ഹലോ കേസ് വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് നമ്മുടെ FF വരും ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ബ്ലൂ ലോക്ക് ഇവന്റ് നമ്മുടെ FF സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ബ്ലൂ ലോക്ക് ഇവന്റിലൂടെ നമ്മുടെ FF എന്തൊക്കെ ഐറ്റംസ് ആണ് ന്യൂ ആയിട്ട് വരാൻ പോകുന്നു, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ റിവാർഡ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു റിംഗ് ഇവന്റ് തന്നെ നമ്മളെ ബോറിറാം ഈ സ്പോർട്സിന്റെ ഒരു കിട്ടിലനാണ് യൂണിവേഴ്സ് റിംഗ് ഇവന്റ് നമ്മുടെ FF വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ WC ഉണ്ടല്ലോ, നമ്മളെ ഈ സ്പോർട്സ് മാച്ച്, ഇപ്പോൾ ഈ സ്പോർട്സ് മാച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ റിവാർഡ്സ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് നോക്കുക. അതുപോലെ നമ്മൾ FF വരും ദിവസം തന്നെ ഫ്രീ റിവാർഡ്സ് ആയിട്ട് കുറച്ച് റിവാർഡ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റാൻഡമായിട്ടും കുറേ അധികം അപ്ഡേറ്റ് നോക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് പിക്ക് ചെയ്യില്ല പല കമൻറ്റുകൾക്കുള്ള ആൻസറും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മളെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട ടൈമിൽ ഇതുപോലുള്ളൊരു ഹൈപ്പ് ബട്ടനോട് ഷോ ആവും, അതോട് ഞെക്കട്ടോ. ഹൈപ്പ് ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, ഞാൻ ആരോ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിലൂടെ ഞെക്ക നമുക്കതിൻ്റെ സപ്പോർട്ടായിട്ട് മാറും. അപ്പോൾ അത് തന്നെ ഫസ്റ്റ് തന്നെ അറിയേണ്ടത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ എവിടേക്ക് നമ്മൾ റെഡീം കോഡ് കൊടുത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പറയുമ്പോൾ നമ്മൾ ടുണ്ടു സൗറിൻ്റെ വീഡിയോയിലാണ് നമ്മൾ റെഡീം കോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ റെഡീം കോഡ് ഈ ഭാഗത്താട്ടോ, സെക്കൻഡ് റെഡീം കോഡ് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവന്റും അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്ന വീഡിയോയിലൊക്കെ റെഡീം കോഡ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി വേറെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒക്കെ വീഡിയോ വരാണെങ്കിൽ അതിൽ കോഡ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്തായാലും നമുക്ക് നോക്കാം, സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിലും കോഡ് കൊടുക്കാം കേട്ടോ, വെയിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും രണ്ട് ചാനൽ റെഡീം കോഡ് ഇനി കണ്ടിന്യൂ ആയിട്ട് വരും. നമ്മുടെ ചാനൽ ഇപ്പോൾ ഏകദേശം 100 റെഡീം കോഡാണ് ഇതിനകം കൊടുത്തുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ടിനനുസരിച്ച് നമ്മൾ എത്ര വേണമെങ്കിൽ കോഡ് കൊടുക്കാൻ റെഡി ആട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ വല്ല റെഡീം കോഡ് ഉണ്ടോ എന്നൊക്കെ കുറേ ആൾക്കാർക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ റെഡീം കോഡ്, അപ്പോൾ 2 റെഡീം കോഡാണ് ആഡ് ഉള്ളത്. അപ്പോൾ ഇന്ന് 2ആണ്, നാളെ 4 അല്ലെങ്കിൽ 5 6. അപ്പോൾ നമ്മൾ മാക്സിമം നിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ കോഡിൻ്റെ എണ്ണം വരും. നിങ്ങൾക്ക് അറിയിക്കാറ് നമ്മളൊരു വീഡിയോ തന്നെ 5 6 കോഡ് കൊടുത്ത വീഡിയോ വരെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ചാനൽ. അപ്പം നമ്മളെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിന് അറിയിക്കാറ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ 2 ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറയാട്ടോ. അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഈ ചാനലാണ് റെഡീം കോഡ് കൊടുത്തെങ്കിലും നാളെ നമ്മൾ മറ്റേ ചാനലാകാൻ റെഡീം കോഡ് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ 1.5 ഇടവിട്ടിട്ടാണ് ഇവൻ്റ് അപ്ഡേറ്റ് വീഡിയോസ് നമ്മൾ 2 ചാനലായിട്ട് വരുന്നത്. അപ്പോൾ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ അതുത്തിന് അടുത്ത വീഡിയോയിൽ, അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഉണ്ടല്ലോ, അപ്പോൾ ഈ ചാനൽ വരാമെന്ന് അടുത്ത വീഡിയോയിൽ റെഡീം കോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊരു 700 കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ 700 ലൈക്കാണ് ടാർഗറ്റ് ഉള്ളത്. എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മളെ ഫസ്റ്റ് അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. അപ്പം മച്ചന്മാർ നമ്മളെ FF കുറച്ച് സർവറിൽ ചെറിയൊരു ഫ്രീ ഇവന്റ് നമ്മളെ ഗറീന സ്റ്റാർട്ട് ഉണ്ട്, ചെറിയൊരു മിനി ഇവന്റ് ആട്ടോ. അപ്പോൾ ഇവൻ്റെ മെത്തേഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ മിഷൻസ് ഉണ്ട്. മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ടൈമിൽ നമുക്കൊരു ടോക്കൺ കിട്ടുന്നുണ്ട്. ആ ടോക്കൺ വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ കുറച്ച് ഹെഡുകൾ, ഒരു മാസ്ക് എന്നൊക്കെ പറയാൻ പറ്റും, അങ്ങനത്തെ മാസ്കുകൾ എക്സ്ചേഞ്ച് എടുക്കാൻ പറ്റും. അപ്പോൾ പെർമനൻ്റ് ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കൊരു ബനാന പോലുള്ള ഒരു മാസ്കാണ് കിട്ടാൻ പോകുന്നത്. മെയിൽക്കാരനും ഫീമെയിൽക്കാരനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സ്ട്രോബെറി ടൈപ്പ് അല്ലെങ്കിൽ ഹെഡും കിട്ടുന്നുണ്ട്, ഒരു മാസ്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ഇവന്റ് നമ്മുടെ ഇന്ത്യൻ സർവറിലും വരും ദിവസം തന്നെ വരാൻ ഹൈലി ചാൻസ് കാണുന്നുണ്ട്. ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ പറയണമെന്നില്ല, ഒരുപക്ഷെ നമുക്ക് നാളെ തന്നെ ഇവന്റ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, ഡേറ്റ് എന്തെങ്കിലും കിട്ടാൻ ഞാൻ അറിയിക്കും ചെയ്യുക. അപ്പോൾ അതുതന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു റിംഗ് ഇവൻ്റാണ് നമ്മളെ ബോറിറാം ഈ സ്പോർട്സിൻ്റെ കിട്ടിയില്ല നാലൊരു ബണ്ടിൽ നമുക്കൊരു യൂണിവേഴ്സൽ റിംഗ് ഇവയിലൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ യൂണിവേഴ്സൽ റിംഗ് ഇവയിലൂടെ തന്നെ വന്നാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, കിട്ടിയില്ല ബണ്ടിൽ കേട്ടോ. എൻ്റെ ക്യാപ്പ് ആയിക്കോട്ടെ, അതിൻ്റെ മാസ്ക് ആയിക്കോട്ടെ, അതിൻ്റെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ, ആ ചെരുപ്പ് പോലെ നോക്കിക്കോട്ടെ, എൻ്റെ മോന് ഒരു രക്ഷയിൽ വേറെ ലെവലായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ മാക്സിമം അപ്പോൾ എൻ്റെ കയ്യിലുള്ള ടോക്കൺ വെച്ചുകൊണ്ട് എടുക്കാൻ പറ്റണ എന്തായാലും ഞാൻ കണ്ണും പൂട്ടിയെടുക്കും. ഒരു രക്ഷയില്ല, കിട്ടില്ല മണ്ടിൽ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബോറിറാം ഈ സ്പോർട്സ് ഉണ്ടല്ലോ, കഴിഞ്ഞ ടൈമിൽ ഒരു ചാമ്പ്യനൊക്കെ ഐ സ്പോർട്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇവൻ്റാണ്. ഓക്കെ, ഒരു മെയിൻ ഒരു പെയ്ഡ് ഇവൻറ്റ് പറയാൻ പറ്റും. അതുതന്നെ നമുക്കിങ്ങനെ ഷാൾ ടൈപ്പ് അല്ലെങ്കിൽ ബാഗ് സ്കിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുതന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലുള്ള ലൂട്ട് ബോക്സ്, ഒരു തണ്ടർ പോലെ, ഓക്കെ, നമ്മൾ ഇടിമിഞ്ഞലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ ലൂട്ട് ബോക്സ് അത് നമുക്ക് FFWC സ്പെഷ്യൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് FFWC ഇവൻ്റെ ഭാഗമായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഐക്കൺ കാലിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ട് ഒരു പാൻ സ്കിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ഐറ്റംസ് കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഐറ്റമാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പിങ്ക് ഡയമണ്ട് വിലകൾക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഓക്കെ, അപ്പം ഞാൻ പിങ്ക് ഡയമണ്ടിലൂടെ എന്തെങ്കിലുമൊക്കെ വരുന്നു വിചാരിച്ചു. അപ്പം എന്തായാലും ഇത് പെയ്ഡ് വിലൂടെ വരാനാണ് ചാൻസ് ഉള്ളത്. അപ്പം അതുപോലെ തന്നെ മാക്സിമം ഈ പാച്ച് അപ്ഡേറ്റിലൂടെ തന്നെ ഈ ഐറ്റംസ് വരാനാണ് ചാൻസ് കാണുന്നത് കേട്ടോ. അപ്പോൾ പിങ്ക് ഡയമണ്ടിലൂടെ വരുമെന്ന് അറിയില്ല, എന്തായാലും ബണ്ടിലൊന്നും വരാൻ സാധ്യത കാണുന്നില്ല. അപ്പോൾ അതുപോലെ മെയിനായിട്ട് എനിക്ക് ചോദിക്കാനൊരു കാരണം നോക്കുക, നമ്മളെ ബോറിറാം ഈ സ്പോർട്സിൽ കിഡിലനായ ബണ്ടിലുണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര പ്ലേയേഴ്സിന് ഇഷ്ടപ്പെട്ടു? അതുപോലെ തന്നെ നിങ്ങൾ 10ൽ എത്ര മാർക്ക് ഈ ബണ്ടിൽ കൊടുക്കുമെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ 10ൽ 8 മാർക്ക് ഒരു ബണ്ടിൽ കൊടുക്കാൻ തയ്യാറാട്ടോ. അപ്പോൾ എനിക്കെന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. ഇവന്റ് വരാണെങ്കിൽ ഞാൻ മാക്സിമം ഒരു കൈ നോക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ടോപ്പ് അപ്പ് ചെയ്തിട്ടല്ല, വല്ല ഡ്രോപ്പൊക്കെ വരാണെങ്കിൽ ഒന്ന് നോക്കണമെന്നുണ്ട്. 180 സംതിങ്ങോളം കോയിനുണ്ട്, യൂണിവേഴ്സ് ടോക്കണുണ്ട്. അപ്പോൾ എന്തായാലും റിംഗ് ഇവന്റ് വരട്ടെ, ഞാൻ എന്തായാലും വെയിറ്റിംഗ് ആണ്. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുമെന്ന് അറിയില്ല കേട്ടോ, വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകും, നമുക്ക് EWC ഇവന്റ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്പോർട്സ് മാച്ചൊക്കെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒഫീഷ്യലായിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പോസിബിളി കൺഫേം ആയിട്ട് കിട്ടുന്നൊന്നും പറയുന്നില്ല. നമുക്ക് ഒരു പക്ഷേ നമുക്ക് ഫ്രീ ഫയർ വേൾഡ് സീരീസിൻ്റെ ഭാഗമായിട്ടൊക്കെ വരും മെയിനായിട്ട് ഗ്ലൂ വാൾ സ്കിന്നൊക്കെ കിട്ടുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ചെറിയൊരു ഇവൻറ്റ് അതർ സാറിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഗ്ലൂ വാൾ സ്കിന്ന്, സ്റ്റിക്ക് സ്കിന്ന്, നമ്മുടെ ബാറ്റ് സ്കിൻ ഉണ്ടല്ലോ, അതുപോലെ ബാറ്റ് സ്കിന്ന്, പാരച്ചൂട്ട്, അതുപോലെ ക്യാപ്പ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഇവൻറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ സാറിലും ശരിക്കും വരണ്ടേന്നു. ഇപ്പോൾ എന്തായാലും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോസിബിളി ചാൻസ് ഉണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്യുക, എന്തായാലും വരും ദിവസം തന്നെ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. ഗ്ലൂ വാൾ സ്കിൻ എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്പോർട്സ് ഇവൻ്റെ ഭാഗമായിട്ട് എന്തായാലും കിട്ടും. നമ്മൾ ഫ്രീ ഫയർ വേൾഡ് സീരീസിൻ്റെ ഭാഗമായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലത്തെ നമ്മളെ മെയിൻ കണ്ടന്റ് ആണ്. അപ്പോൾ മച്ചാന്മാർ നമ്മൾ FFൽ ഈ വരുന്ന 17-ാം തീയതി മുതൽ നമ്മളെ ബ്ലൂ ലോക്ക് ഇവന്റ് ഒഫീഷ്യലി നമ്മളെ FFൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് തന്നെ 17-ാം തീയതി ഒരു റിംഗ് ഇവന്റ് വരാൻ പോകണം. ഇപ്പോൾ റിംഗ് ഇവന്റ് ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം റിംഗ് ഇവന്റ് ആട്ടോ. SGN ടോക്കണായിട്ടൊരു ബാൾ പോലെ ടോക്കണാണ് വരാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ വരാൻ പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണാൻ പോലത്തെ നമ്മളെ റിന്നിൻ്റെ ബണ്ടിലാട്ടോ. ന്യൂ ആല ബണ്ടിലാണ്, നമ്മളെ ബ്രസീൽ ബണ്ടിലൊക്കെ ഒന്നുമില്ല, ബ്രസീലിൻ്റെ ജേഴ്സിയൊക്കെ. അപ്പോൾ അതേപോലെ എഫക്റ്റും കാലൊക്കെ കാണാൻ പറ്റും, കണ്ണിൻ്റെ അടക്കം കൊടുത്തിട്ടുണ്ട്, സംഭവം നൈസായിട്ടുണ്ട്, അടിപൊളിയായൊരു ബണ്ടിലാട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ നെഗിൻ്റെയും അതുപോലെ ഇസാക്കിൻ്റെ ഒക്കെ ബണ്ടിലുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് ആ ബണ്ടിലൊക്കെ വരുന്നുണ്ട്. അതിന് അതിലൂടെ കൊണ്ടുവന്ന് കുറച്ച് ഇമോട്ടുകളും വരുന്നുണ്ട്. അതിന് നമുക്ക് എക്സ്ചേഞ്ച് സെക്ഷനിലും കുറേ അധികം ഐറ്റംസ്, കഴിഞ്ഞ പ്രാവശ്യം പെയ്ഡുവിലൂടെ വന്ന കുറേ അധികം ഐറ്റംസ് നമുക്ക് എക്സ്ചേഞ്ച് സെക്ഷനിൽ വരാനും ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെ റിംഗ് ഇവൻ്റാണ് നമ്മൾ FFൽ ഈ വരുന്ന 17-ാം തീയതി 100% കൺഫേം ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ആകെയുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു യൂണിവേഴ്സ് റിംഗ് ഇവൻ്റ് ഒക്കെ നമുക്ക് എന്തായാലും നല്ല വെർത്തായിട്ടുണ്ടാകും. അപ്പോൾ ഇത് പ്രീമിയം റിംഗ് ഇവൻ്റ് ആണ്, കുറച്ച് ഷോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വരാൻ പോകുന്ന ബ്ലൂ ലോക്ക് ഇവൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് വല്ല റിവാർഡ്സും കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് കുറേ ആൾക്കാർ ഇപ്പോൾ മനസ്സിൽ ചോദിക്കുന്നുണ്ട്, അല്ലെ നമ്മളോട് കമൻറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഫ്രീ റിവാർഡ്സ് ആയിട്ട് കുറച്ച് റിവാർഡ്സ് കിട്ടുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്ന പോലെ തന്നെ ബൈക്ക് സ്കിന്ന്, ഓക്കെ, നമുക്ക് ലെജൻഡറി എഫക്റ്റ് ഒക്കെ ബൈക്ക് സ്കിന്ന് തരുന്നുണ്ട് കേട്ടോ. സംഭവം നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും മോഡലൊക്കെ മാറ്റുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിട്ടുണ്ടാവും. എന്തായാലും ഓൾഡ് ടൈമിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ബ്ലൂ ലോക്ക് വേണ്ടി വന്ന ടൈമിൽ തന്ന അതേ ബൈക്ക് സ്കിൻ തന്നെയാണ്. നെക്സ്റ്റ് ആയിട്ട് അവതാർ തരുന്നുണ്ട്, നമ്മൾ നെഗിൻ്റെ അവതാർ ഉണ്ടല്ലോ അത് തരുന്നുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്ന നമ്മുടെ ഈ ഇസാക്കിൻ്റെ അവതാർ, ഓക്കെ, അപ്പോൾ അത് തരുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടറിനൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും വളരെയധികം സന്തോഷമാവും. നെക്സ്റ്റ് വരാൻ വന്നൊരു ഐറ്റം നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്ന സെയിം ആയ കാര്യങ്ങൾ തന്നെ കേട്ടോ. നമുക്ക് ബാനർ, പാരച്ചൂട്ട്, അതുപോലെ നമുക്കൊരു വെക്ടറിൻ്റെ സ്കിന്ന് തന്ന എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ആട്രിബ്യൂട്ട് ഒന്നും കാര്യമായിട്ട് പറയില്ല, സിംഗിൾ റേറ്റ് ഓഫ് ഫയർ, സിംഗിൾ റീലോഡ് സ്പീഡൊക്കെ ആയാലും ആട്രിബ്യൂട്ട് ആയാലും സ്കിന്നാണ്. അപ്പോൾ അത് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഈ പ്രാവശ്യം ന്യൂ ആയിട്ട് തരാവുന്ന റിവാർഡ്സുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആകെ ദുരന്താട്ടോ. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ റിവാർഡ്സ് ഉമ്മാർ ഇത്ര കഷ്ടപ്പെട്ട് തരുന്നതെന്നാണ് എനിക്ക് ചോദിക്കാമല്ലോ. നോക്കുകയാണെങ്കിൽ കുറേ അധികം റിവാർഡ്സുകൾ തരുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ നമുക്ക് അവതാർ തരുന്നുണ്ട്, നമ്മൾ റിങ്ങിൻ്റെ അവതാർ. നെക്സ്റ്റ് ആയിട്ട് ഇതുപോലെ ലൂട്ട് ബോക്സ്, ഇത് തന്നെ നമ്മൾ റിങ് ഇവരെല്ലാം കണ്ടു കേട്ടോ, എന്തൊക്കെയാണെന്ന് അറിയില്ല. നെക്സ്റ്റ് ആയിട്ട് ഇതുപോലെ ഒരു ബാഗ് സ്കിന്ന് തരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വൗച്ചർ തരുന്നുണ്ട്, നമുക്ക് ആ റിങ് വേണ്ടി വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ ഫ്രീ ആയിട്ട് 10 സ്പിൻ ചെയ്യാനൊക്കെ പറ്റും. നെക്സ്റ്റ് നമുക്ക് തരാൻ പോകുന്ന ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ഫ്രെയിം തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ സംഭവം തീം ഐറ്റംസ് ആണ്, നെഗിൻ്റെ തീം, അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സുകളൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സും ഫ്രെയിമൊക്കെ ആർക്കാണ് വേണ്ടത്? ഓക്കെ, അപ്പോൾ ഇതൊന്നും വെറുത്തല്ല. അത് തന്നെ ഇതൊക്കെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് തരുമെന്ന് പോലും കുറച്ച് ഡൗട്ടാണ്. ഓക്കെ, തന്നാൽ പോലും വെറുത്തല്ല. അപ്പോൾ ഇതിക്ക് നല്ലത് വല്ല റിവാർഡ്സ്, അപ്പോൾ ന്യൂ ആയിട്ട് വല്ല റിവാർഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഓൾഡ് ആയിട്ടുള്ള വല്ല ഏതെങ്കിലും ബണ്ടിലോ
അല്ലെങ്കിൽ നമുക്ക് വല്ല ജേഴ്സിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നൂടെ. ഓക്കെ, ഒരു ബ്ലൂ ലോക്ക് ഇവന്റ് വരുമ്പോൾ ഒരു ഫുട്ബോൾ ഇവന്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ജേഴ്സി ഒക്കെ തന്നാൽ പോലും വെറുത്തായിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും തരാൻ പോകുന്നില്ല. അപ്പോൾ ഈ റിവാർഡ്സ് ഒക്കെയാണ് മെയിനായിട്ട് കിട്ടാൻ പോകുന്ന ഫ്രീ റിവാർഡ്സ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് അവന്മാർ ഇവന്റ് റിട്ടേൺ ആയിട്ട് കൊണ്ടുവരാൻ നമ്മളെ റിന്യൂ ഫണ്ടിലുണ്ടല്ലോ, അപ്പോൾ അത് നേരെ വിറ്റ് ക്യാഷ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഫ്രീ റിവാർഡ്സ് ഒക്കെ നോക്കി നിൽക്കുന്നവർക്ക് കാര്യമായിട്ട് ഒരു റിവാർഡ്സും കിട്ടാനേ പോകുന്നില്ല കേട്ടോ. ആകെ ദുരന്തം പിടിച്ചൊരു ഇവന്റ് തന്നെ പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന 17-ാം തീയതി കേട്ടോ. അപ്പോൾ നാളല്ല മറ്റന്നാൾ കേട്ടോ, മറ്റന്നാൾ നമുക്ക് ഇവന്റ് സ്റ്റാർട്ട് ആവും കേട്ടോ. അപ്പോൾ എന്തായാലും 25-ാം തീയതി ഒരു ഇവന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബ്ലൂ ലോക്ക് ഇവന്റിനെ കുറിച്ച് പറയാനില്ല കേട്ടോ. പിന്നെ സർപ്രൈസ് ആയിട്ട് വല്ല റിവാർഡ്സിന് തരുമെന്ന് അറിയില്ല, എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന കഴിഞ്ഞ വീഡിയോ വെക്കില്ല പല കമന്റുകൾക്ക് ആൻസർ ആട്ടോ. ഫസ്റ്റ് തന്നെ ഒരു ബ്രദർ കമന്റ് ചെയ്ത് നമ്മളെ ഷെയ്ഡ് ബണ്ടിൽ വരുമോ എന്നാണ് ചോദിച്ചില്ല. അപ്പോൾ ഷെയ്ഡ് ബണ്ടിലൊക്കെ നമ്മൾ FFലേക്ക് റിട്ടേൺ ആയിട്ട് എന്തായാലും വരും. ഓക്കെ, റിട്ടേൺ ആയിട്ട് വരും. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദീപാവലി ഇവൻ്റെ ഭാഗമായിട്ട് മെയിനായിട്ട് നമ്മുടെ ഷെയ്ഡ് ബണ്ടിലൊക്കെ റിട്ടേൺ ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് നോക്കാം, ദീപാവലി ഇവന്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മന്ത് അല്ലെങ്കിൽ നവംബർ മന്തിലൊക്കെ ആയിട്ട് നമുക്ക് ദീപാവലി സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ നമുക്ക് ആ മന്തിലൊക്കെ ആയിട്ട് ഷെയ്ഡ് ബണ്ടിൽ റിട്ടേൺ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നവംബർ മന്താണ് മെയിനായിട്ട് പറയുന്നത് കേട്ടോ. എന്തായാലും വെയിറ്റ് ചെയ്യുക, അതിന് മുമ്പായിട്ട് അപ്ഡേറ്റ് കിട്ടും, വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സെപ്റ്റംബർ പാച്ച് അപ്ഡേറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യില്ല, ആ ടൈമിൽ അപ്ഡേറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ലോലി ഇമോട്ട് കൺഫേം ആയോ എന്നാണ് ചോദിക്കുന്നത് ഒരു ബ്രദർ. ഓക്കെ, ഓൾറെഡി ഇതൊക്കെ കൺഫേം ആയ കാര്യമായിട്ട്. അപ്പോൾ ലോലി ഇമോട്ട് 100% കൺഫേം ആയിട്ട് ഈ വരുന്ന 20-ാം തീയതി നമുക്ക് ലക്ക് റോലുവനിലൂടെ ഒരു ഇമോട്ട് റോലുവനിലൂടെ വരാൻ പോവാണ്. എന്തായാലും വരും കേട്ടോ, കൺഫേം ആയിട്ടുണ്ട്, ഓൾറെഡി കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുമോ ചാനലിൽ മാറ്റങ്ങൾ വരാനൊക്കെ സാധ്യതകൾ കുറവാണ്. മാക്സിമം 20-ാം തീയതി തന്നെ ഇവന്റ് വരും കേട്ടോ. മറ്റൊരു കമന്റ് നോക്കുകയാണെങ്കിൽ നമ്മളെ മാജിക് ക്യൂബ് ഉണ്ടല്ലോ. ഓക്കെ ബ്രോ, നെക്സ്റ്റ് മാജിക് ക്യൂബ് ചേഞ്ച് ഒന്ന് പറയുന്ന ചോദിച്ചല്ലോ. മാജിക് ക്യൂബ് സ്റ്റോറിൽ ന്യൂ ആയിട്ട് ഐറ്റംസ് എന്നാ വരാമെന്നൊക്കെ ബ്രദർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വരാൻ പോകുന്ന പാച്ച് അപ്ഡേറ്റ് സെപ്റ്റംബർ 9-നാണ്. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ മാസം 9-ാം തീയതിയാണ് നെക്സ്റ്റ് പാച്ച് അപ്ഡേറ്റ് നമ്മളെ FF നടക്കാൻ പോകുന്നു OB55 കേട്ടോ. അപ്പോൾ അന്നാക്കാരം നമുക്ക് നെക്സ്റ്റ് മാജിക് ക്യൂബ് സ്റ്റോറിൽ അപ്ഡേറ്റ് വരാം. ഓക്കെ, അപ്പോൾ ന്യൂ ആയിട്ട് മാജിക് ക്യൂബ് സ്റ്റോറിലും അങ്ങനെ നമ്മളെ മെയിൻ ആയ സ്റ്റോറിലും ഒക്കെ നമുക്ക് ന്യൂ ആയ ഐറ്റംസ് ആഡ് ആവാം. അപ്പോൾ അന്നാക്കാരം നമുക്ക് മാജിക് ക്യൂബ് സ്റ്റോറിലും ഐറ്റംസ് വരാം, ന്യൂ ആയ ഐറ്റംസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പോലും നമ്മളെ സെക്കൻഡ് ചാനൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കാം. മാജിക് ക്യൂബ് സ്റ്റോറിൽ വരാൻ പോകുന്ന ഐറ്റത്തിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് മിസ്റ്ററി ഷോപ്പിൻ്റെ എപ്പോൾ വരുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. മിസ്റ്ററി ഷോപ്പ് നമുക്ക് നെക്സ്റ്റ് മന്ത് ആഗസ്റ്റ് മന്തിൽ ഒരു മിസ്റ്ററി ഷോപ്പിൻ്റെ വരുന്നുണ്ട്. ഓൾറെഡി ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ വീഡിയോ വരും കേട്ടോ, മിസ്റ്ററി ഷോപ്പിൻ്റെ വീഡിയോ വരും, വെയിറ്റ് ചെയ്യുക കേട്ടോ. ഓൾറെഡി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ട് പറയാനായിട്ടില്ല. അപ്പോൾ അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ FFൽ ലോഗിൻ ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ കയറാൻ പറ്റുന്നില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ഓൾറെഡി നമ്മൾ ഈ ചാനൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യുക, അപ്പോൾ അതിൻ്റെ സിമ്പിളായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റൊക്കെ ഉള്ളൂ, നിങ്ങൾ കണ്ടു നോക്കുക. സോൾവ് ആവും, മാക്സിമം സോൾവ് ആവും. സോൾവ് ആയിട്ടിലേക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. വർക്കായിട്ടുണ്ട്, വർക്കായി നിന്ന് കമൻറ്റ് ചെയ്യുക. വർക്കായെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വർക്കായിട്ടിലേക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ മറ്റൊരു വീഡിയോ ചെയ്യുക. തമ്പനയിൽ ഇതുപോലെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ കുറേ ആൾക്കാർ ഡ്രോപ്പ് വരുന്നില്ല. അപ്പോൾ ഈ അപ്ഡേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഡ്രോപ്പേ വരുന്നില്ല എന്ന് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നതും കണ്ടു. അപ്പോൾ ഡ്രോപ്പ് വരുന്നൊരു ട്രിക്ക് ഞാൻ ഓൾറെഡി നമ്മുടെ ഈ ചാനൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ കാണാത്തതുകൊണ്ടാക്കാരം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. രണ്ട് ദിവസം മുമ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ തമ്പനയിലൊക്കെ ഇതുപോലെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക, എന്തായാലും ഡ്രോപ്പ് വരും, മാക്സിമം ഡ്രോപ്പ് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പറയുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ FFലേക്ക് നെക്സ്റ്റ് ഇതേപോലെ തന്നെ വരാൻ പോകുന്നു, റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റിനെ കുറിച്ചോ റിട്ടേൺ ആയിട്ട് വരാവുന്ന ഇവൻറ്റിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റും കാലൊക്കെയാണ് മാക്സിമം പിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലത്തെ നമ്മളെ വീഡിയോ വഴി ഞാൻ അതിന് ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബാക്കിയുള്ള ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടിലൻ നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.